ഹലോ എവരിവൺ, വൺസ് അഗെയിൻ വെൽക്കം ടു ജിൽമിൽ. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഡോട്ട് ആർട്ടാണ്. എന്താണ് ഈ ഡോട്ട് ആർട്ട്? അത് പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നുമല്ല, അതൊരു പെയിൻറ്റിങ് ടെക്നിക്കാണ്. ഈ ഡോട്ട് ആർട്ട് പല പാറ്റേണിലും ചെയ്തെടുക്കാറുണ്ട്. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു വൈറ്റ് മഗ്ഗിലാണ്. അത് മഗ്ഗ് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ബോട്ടിലിൽ ചെയ്യാം, ക്യാൻവാസിൽ ചെയ്യാം, പേപ്പറിൽ ചെയ്യാം, അങ്ങനെ ഏതൊരു സർഫസിലും ചെയ്യാം. പിന്നെ നമ്മളിന്നിവിടെ ഒരു കോട്ടൺ ബഡ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പെൻസിൽ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടറ്റം വെച്ചിട്ടാണ് നമ്മളിതിവിടെ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും ഇതിന് കറക്റ്റായിട്ടുള്ള ടൂൾസൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളിന്നിവിടെ ഈ രണ്ടൈറ്റമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് കളേഴ്സ് വേണം. ആദ്യം തന്നെ നമ്മൾ ഈ കോട്ടൺ ബഡ്സിൻ്റെ ഒരറ്റത്തെ കോട്ടൺ ഇളക്കി കളയണം. എന്നിട്ട് ഇത് ഒരു ആക്രിലിക് കളറിൽ ഏതെങ്കിലും ഒരു കളർ, ഞാനിപ്പോൾ ഇവിടെ വൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതൊന്ന് ഇത്തിരീശ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഈ രണ്ട് ടിപ്പിലും. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് വെച്ച് പെയിൻറ്റ് ചെയ്യുമ്പോൾ ഇത് സ്പ്രെഡ് ആവാണ്ടിരിക്കാനാണ്, ഈ കോട്ടൺ ഇളകാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. കറക്റ്റ് ആ ഡോട്ട് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കൊരു സെമി സർക്കിൾ വരയ്ക്കണം. അതിനുവേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു ഇതിൻ്റെ ക്യാപ്പ് വെച്ച് അതിൽ കുറച്ച് ബ്ലാക്ക് കളറാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്, അത് അപ്ലൈ ചെയ്തിട്ട് അത് ജസ്റ്റ് ഈ മഗ്ഗിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു സെമി സർക്കിൾ നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മളിപ്പം ആദ്യം യൂസ് ചെയ്യുന്നത് ചെറിയ ഡോട്ടാണ് വേണ്ടത്. അതിനുവേണ്ടി നമ്മൾ പെൻസിലിൻ്റെ ടിപ്പാണ് യൂസ് ചെയ്യുന്നത്. പെൻസിലിൻ്റെ നമ്മൾ ഷാർപ്പൻ ചെയ്തിരിക്കുന്ന ടിപ്പ് വെച്ച് റെഡ് കളർ ഡോട്ട്സ് നമ്മൾ ഈക്വൽ ഡിസ്റ്റൻസിൽ ഇട്ട് കൊടുക്കും. അത് ഈച്ച് ടൈം നമ്മൾ ആ പെയിൻറ്റിൽ മുക്കുവാണെങ്കിൽ കറക്റ്റായിട്ടുള്ള ഡോട്ട് ആ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇൻ കേസ് നമുക്ക് കൂടുവാണെങ്കിൽ തന്നെ നമുക്ക് അത് രണ്ട് ഡോട്ടിൽ ഒക്കെ അടുപ്പിച്ചിടാം, കുഴപ്പമില്ല. പിന്നെ ഇനി നെക്സ്റ്റ് നമ്മൾ കോപ്പർ കളറാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം ഞാൻ റെഡ് കളർ യൂസ് ചെയ്തു, പിന്നെ അത് കഴിഞ്ഞ് കോപ്പർ കളർ വെച്ചിട്ട് ആ സെയിം ടിപ്പ് വെച്ച് തന്നെ നെക്സ്റ്റ് ഡോട്ട് ഇട്ട് തുടങ്ങുകയാണ്. അത് കറക്റ്റായിട്ട് ആ ഡിസ്റ്റൻസിൽ തന്നെ ഈ പെൻസിലിൻ്റെ ടിപ്പ് വെച്ച് വീണ്ടും ഡോട്ട് ഇട്ട് അത് ഫുൾ ആ ഒരു സെമി സർക്കിൾ ഫുൾ കവർ ചെയ്യണം. അതിനുശേഷം ഇനി നമുക്ക് അടുത്ത ലെയർ എന്ന് പറയുന്നത് ഇതിലും കുറച്ചും കൂടി വലിയ ഡോട്ട്സാണ് നമുക്ക് പെയിൻറ്റ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ കോട്ടൺ ഇളക്കിക്കളഞ്ഞ ബഡ്സിൻ്റെ ടിപ്പില്ലേ, അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ഇപ്പോൾ പെർപ്പിൾ കളറാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ച് കറക്റ്റായിട്ട് ഡിസ്റ്റൻസിൽ നമ്മൾ ഡോട്ട് ഇട്ട് കൊടുക്കണം. ഈച്ച് ടൈം ഡോട്ട് ഇടുമ്പോഴും നമ്മൾ ജസ്റ്റ് ഒന്ന് പെയിൻറ്റിൽ മുക്കുന്നത് നല്ലതാണ്. പെയിൻറ്റ് എങ്ങാനും കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ഡോട്ടോ 3 ഡോട്ടോ വരെ ഇടാം. എങ്കിലും കറക്റ്റായിട്ട് ആ പെയിൻറ്റിൽ മുക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് ആ ഡോട്ടിൻ്റെ വലുപ്പം കറക്റ്റായിട്ട് നമുക്ക് വരും. ഇതിന് ശേഷം അതേ ടിപ്പ് വെച്ച് തന്നെ നമ്മൾ പിങ്ക് കളർ വെച്ചിട്ട് വീണ്ടും അതേപോലെ തന്നെ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഫുൾ സെമി സർക്കിളിൽ തന്നെ ഫുൾ കംപ്ലീറ്റ് ചെയ്യണം. നമ്മൾ കളർ ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു കളറിൽ നിന്ന് വേറൊരു കളറിലേക്ക് നമ്മൾ ഈ സെയിം ടിപ്പ് തന്നെ യൂസ് ചെയ്യുമ്പോൾ ആ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ആ ടിപ്പൊന്ന് ഒരു തുണിയിലൊന്ന് തുടച്ചിട്ട് വേണം നമ്മൾ കളർ ചേഞ്ച് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ 2 കളറും കൂടി മിക്സ് ആവും. പിന്നെ നമുക്കിനി അടുത്ത ലെയർ എന്ന് പറയുന്നത് കുറച്ചുകൂടി വലിയ ഡോട്ട്സ് ആണ്. അതിന് നമ്മൾ ബഡ്സിൽ കോട്ടൺ ഉള്ള ഭാഗമാണ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഗ്രീൻ കളറാണ് ഡോട്ട് ഇടാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഇതും ഇതേപോലെ തന്നെ കുറച്ചും കൂടി ഡിസ്റ്റൻസിൽ കറക്റ്റായിട്ട് ഡോട്ട് ഇട്ട് പോകണം. ഇനി നെക്സ്റ്റ് ലെയറിലെന്ന് പറയുന്നത് എനിക്ക് കുറച്ചുകൂടി വലിയ ഡോട്ട്സാണ് വേണ്ടത്. അതിനുവേണ്ടി ഞാൻ പെൻസിലിൻ്റെ മറ്റേ അറ്റമാണ് യൂസ് ചെയ്യുന്നത്. അത് ഞാനിപ്പോൾ ഇവിടെ കോപ്പർ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഡോട്ട് ഇടുമ്പോൾ ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് കൂടുതൽ ഇട്ടിട്ടാണ് ഈ ഡോട്ട് ഇട്ട് പോകുന്നത്. പിന്നെ നമുക്കിനി ഇപ്പം നമ്മൾ ഇത് ഡോട്ട് ഇടുമ്പോൾ ഇതിൻ്റെ വലിപ്പം ഇത്തിരി കുറഞ്ഞു പോയെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒന്ന് ജസ്റ്റ് പെയിൻറ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് അതിൽ തന്നെ ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ വന്നോളും. ഇനി ഇതിന് ശേഷം എനിക്കിനി ഒരു ചെറിയ ഡോട്ട്സാണ് വേണ്ടത്. അതിന് ഞാൻ വീണ്ടും മറ്റേ കോട്ടൺ ഇളക്കി മാറ്റിയ ബഡ്സിൻ്റെ ടിപ്പാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ബ്ലാക്ക് കളറിലാണ് ആ ഡോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഈ വലിയ ഡോട്ട്സിൻ്റെ മിഡിലായിട്ട് മുകളിലാണ് ഈ ഡോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇതും കറക്റ്റ് ആ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് കറക്റ്റ് ഡോട്ട് ഇട്ട് പോവുക. ഈ ഡിസ്റ്റൻസ് മെയിൻറ്റെയിനിങ് ആണ് നമ്മൾ കൂടുതലും ഈ ഡോട്ട് ആർട്ടിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ സെയിം ടിപ്പ് വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി ഡോട്ട്സ് വരയ്ക്കണം. അത് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന ഡോട്ടിൻ്റെ താഴെ 2 ഭാഗത്തുമായിട്ടാണ് നമ്മൾ ആ ഡോട്ട് ഇട്ട് കൊടുക്കുന്നത്. അത് ഫുള്ളി സെമി സർക്കിൾ മൊത്തം നമ്മൾ അതേപോലെ തന്നെ
ഡോട്ട് ഇട്ട് കൊടുക്കുക. ഒരു വി ഷേപ്പിൽ കറക്റ്റായിട്ട് ഡോട്ട്സ് വരണം. അതേപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ പെൻസിലിൻ്റെ ടിപ്പ് വെച്ചിട്ട് ഈ ഓരോ മുകളിലെ നടുക്കത്തെ ആ ഡോട്ടിൽ നിന്ന് നമ്മൾ താഴോട്ട് 4 ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. അത് ഒരു പ്രാവശ്യം ഡിപ്പ് ചെയ്തതിന് ശേഷം ഈ 4 ഡോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഡോട്ടിൻ്റെ സൈസിന് വ്യത്യാസം വരും. ഫസ്റ്റ് ഡോട്ടിൻ്റെ സൈസ് ആയിരിക്കില്ല ലാസ്റ്റ് ഡോട്ടിന് കുറഞ്ഞ് വരുന്നത് നമുക്ക് കാണാം. അതേപോലെ ഇട്ട് കൊടുക്കണം. അത് ഫുൾ ആ ഒരു സെമി സർക്കിൾ ഫുൾ കവർ ചെയ്തതിന് ശേഷം വീണ്ടും ഈ ടിപ്പ് വെച്ച് തന്നെ നമ്മൾ സെയിം കളർ വെച്ച് അതിൻ്റെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും, അതായത് 2 സൈഡിൽ നിന്നും നമ്മൾ ആ ഡോട്ട് ഇട്ട് കൊടുക്കുക. ആ സ്പേസ് കവർ ചെയ്ത് കൊടുക്കുക ഡോട്ട് വെച്ചിട്ട്. അങ്ങനെ ഇത് ഫുൾ നമ്മൾ ഈ സെമി സർക്കിൾ ഫുൾ അതേപോലെ സെയിം രീതിയിൽ ചെയ്തെടുക്കണം. അത് കംപ്ലീറ്റ് ആയതിന് ശേഷം നമുക്ക് അടുത്ത ലെയറിൽ കുറച്ചുകൂടി വലുപ്പമുള്ള ഡോട്ട്സ് ആണ് വേണ്ടത്. അതിന് വീണ്ടും നമ്മൾ ബഡ്സിൻ്റെ കോട്ടനുള്ള ടിപ്പാണ് നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുക. ഞാനിപ്പം ഇവിടെ പേർപ്പിൾ കളറാണ് നമ്മൾ ഡോട്ട് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതേ ഡിസ്റ്റൻസിൽ നമ്മൾ ഡോട്ട് ഇട്ട് പോകണം. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ വീണ്ടും ബഡ്സിൻ്റെ കോട്ടൺ ഇല്ലാത്ത ടിപ്പാണ് യൂസ് ചെയ്യുന്നത്. ഈ പേർപ്പിൾ കളറിൻ്റെ നടുക്കായിട്ട് 2 ഡോട്ട് ഇടാൻ വേണ്ടിയാണത്. ഇവിടെ നമ്മളിപ്പോൾ റെഡ് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ ഇങ്ങനെ പേർപ്പിൾ കളറിൻ്റെ നടുക്കായിട്ട് റെഡ് കളർ 2 ഡോട്ട് ഇട്ട് നമ്മൾ ഫുൾ സെമി സർക്കിൾ ഫിനിഷ് ചെയ്യണം. ഇനി നമുക്ക് കുറച്ചും കൂടി വലിയ ഡോട്ടാണ് ആവശ്യം. അതിനു വേണ്ടി വീണ്ടും നമ്മൾ പെൻസിലിൻ്റെ മുനയില്ലാത്ത ടിപ്പ് വെച്ചിട്ട് പിങ്ക് കളറിൽ ഇതേപോലെ വലിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കും. അത് ആ റെഡ് ഡോട്ട്സിൻ്റെ നടുക്കായിട്ടാണ് നമ്മൾ ഈ പിങ്ക് കളർ ഡോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ പിങ്ക് കളർ ഡോട്ടിന് ചുറ്റും വീണ്ടും ഡോട്ട് ഇട്ട് കൊടുക്കണം. അതിന് നമ്മൾ ബഡ്സിൻ്റെ കോട്ടൺ ഇല്ലാത്ത ടിപ്പാണ് യൂസ് ചെയ്യുന്നത്. സെയിം കളർ തന്നെ നമുക്കതിന് വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യം മുകളിൽ ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം പിന്നെ താഴോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കാൻ 2 വശത്തേക്കുമായിട്ട്. അങ്ങനെ ഈ പിങ്ക് കളറിന് ചുറ്റും ഒരു പിങ്ക് കളർ വെച്ച് തന്നെ ഒരു സർക്കിളായിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കണം. അതിനുശേഷം പിന്നെ ഇനി പേർപ്പിൾ കളറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് സെയിം ടിപ്പ് തന്നെ വെച്ചിട്ട് ഈ പിങ്ക് കളർ ഡോട്ട് ഇട്ടിരിക്കുന്നതിൻ്റെ ചുറ്റും വീണ്ടും പേർപ്പിൾ കളർ ഡോട്ട് ഇട്ട് കൊടുക്കണം. അതും ഇതുപോലെ തന്നെ മുകളിൽ നിന്ന് താഴോട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിന് ശേഷം വീണ്ടും ഇനി ഈ ഗ്യാപ്പിലൊക്കെ ഗ്രീൻ കളർ വെച്ചിട്ട് നമ്മൾ ഡോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആ ഡോട്ടിൽ നിന്ന് പെൻസിലിൻ്റെ നമ്മൾ മുനയുള്ള ഭാഗം വെച്ചിട്ട് നമ്മളത് പെയിൻറ്റിൽ മുക്കിയിട്ട് താഴോട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കണം. ഈ ഒരു ഡിസൈനിൽ വരച്ചു കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഇത് ഫുൾ വരച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഈ പെൻസിലിൻ്റെ ടിപ്പ് വെച്ച് തന്നെ ഇതിൻ്റെ 2 സൈഡിലും ഈ വരച്ചിരിക്കുന്ന ഗ്രീൻ ഇതിൻ്റെ 2 സൈഡിലും വീണ്ടും ഡോട്ട് ഇട്ടിട്ട് അത് പെയിൻറ്റിൽ മുക്കിയിട്ട് ആ ഡോട്ട് താഴോട്ട് ഇതേപോലെ ഈ ഡിസൈനിൽ വലിച്ച് ഇങ്ങനെ വരച്ചു കൊടുക്കണം. നമുക്ക് ഈ ഒരു ഡിസൈൻ അങ്ങനെ കിട്ടും. ഇത് എനിക്ക് ശരിക്കും അത് നന്നായി എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാനതിപ്പോൾ പറഞ്ഞു തരുന്നത്. ഇനി നമുക്കിത് പാക്ലിക് പെയിൻ്റ് ആയതുകൊണ്ട് വെള്ളം നനഞ്ഞാൽ പോവും. അപ്പോൾ അത് വാഷബിൾ ആവാൻ വേണ്ടി ഞാനിവിടെ ഒരു ട്രാൻസ്പെറൻറ്റ് സ്പ്രേ പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ട്രാൻസ്പെറൻറ്റ് കളറാണ്. അപ്പം അത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് സ്പ്രേ ചെയ്ത് ഇതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് കഴുകുന്നതൊന്നും കുഴപ്പമില്ല, കളറും പോവില്ല. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്തത്. ഇതിപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. കുറച്ചൊരിത്തിരി ക്ഷമ വേണം എന്നുള്ളൂ. പക്ഷേ നല്ല ഭംഗിയായിട്ട് ഇതിന് പെയിൻറ്റിങ് ചെയ്യാനുള്ള കഴിവോ ഒന്നും വേണ്ട. ജസ്റ്റ് ആ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് ഡോട്ട് ഇട്ട് കൊടുക്കുന്ന ഇതിനെയാണ് ഈ ഡോട്ട് ആർട്ട് എന്ന് പറയുന്നത്. പക്ഷെ നല്ല ഭംഗിയാണ്. സാധാരണ ഒരു പെയിൻറ്റിങ്ങിനെക്കാട്ടും ഭംഗിയാണ് ഈ ഡിസൈൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.